വിശദമായ വാർത്തകളിലേക്ക്. RSSുമായോ സംഘപരിവാറുമായോ സഹകരിക്കില്ലെന്ന SNDPയുടെ നിലപാട് സ്വാഗതാർഹമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വെള്ളാപ്പള്ളി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സാമുദായിക ശക്തികളെ കൂട്ടുപിടിച്ച് മുന്നണി രൂപീകരിക്കാനുള്ള BJPയുടെ തന്ത്രം കേരളത്തിൽ വിലപ്പോകില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. BJP കേന്ദ്ര നേതൃത്വവുമായി SNDP നേതാക്കൾ ചർച്ച നടത്തിയത് മുന്നണി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിരുന്നു. സാമുദായിക ശക്തികളെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയ കോൺഗ്രസിന്റെ തന്ത്രമാണ് കേരളത്തിൽ BJP പരീക്ഷിക്കുന്നത്. കേരള സാഹചര്യത്തിൽ ഇത് പരാജയമാണെന്ന് തെളിഞ്ഞു. സംഘപരിവാറുമായി കൂട്ടുചേരില്ലെന്ന വെള്ളാപ്പള്ളിയുടെ നിലപാട് സ്വാഗതാർഹമാണ്. എന്നാൽ പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിയണം. ഞങ്ങൾ BJPയുടെയോ സംഘപരിവാറിൻ്റെയോ കൂടെ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പ്രഖ്യാപനം സ്വാഗതാർഹമായൊരു നിലപാടാണ്. ഏതായാലും ഇന്നലെ പറഞ്ഞിടത്ത് ഉറച്ചു നിന്നാൽ നല്ലത്. തോട്ടം ഭൂമി ടൂറിസം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന സർക്കാർ നിലപാട് റിയൽ എസ്റ്റേറ്റ് മാഫിയകളെ സഹായിക്കാനാണ്. ഇത് പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയ്ക്ക് ഇടവരുത്തും. ഇത്തരത്തിൽ 15,000 ഏക്കർ ഭൂമിയാണ് തോട്ട ഇതര ആവശ്യങ്ങൾക്കായി മാറ്റപ്പെടുകയെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. 15 ഏക്കറിൽ കൂടുതൽ ഭൂമി വ്യക്തികൾക്ക് കൈവശം വയ്ക്കാമെന്ന രീതിയിൽ നിയമഭേദഗതി കൊണ്ടുവരുന്നത് മിച്ചഭൂമി തിരിമറി നടത്താനാണ്. അഴിമതിക്കെതിരെ നടപടി സ്വീകരിച്ച ജേക്കബ് തോമസിനെ മാറ്റിയത് VM സുധീറിന്റെ വാക്കിന് വില കൽപ്പിക്കാതെയെന്നും കോടിയേരി പറഞ്ഞു. A ഗ്രൂപ്പും I ഗ്രൂപ്പും തമ്മിലുള്ള കൂട്ടുകെട്ട് അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ്. കാസർഗോഡ് ബാലകൃഷ്ണൻ വധക്കേസിൽ പുതിയ വെളിപ്പെടുത്തലുണ്ടായിട്ടും പുനരന്വേഷണത്തിന് സർക്കാർ തയ്യാറാകാത്തത് സംസ്ഥാനത്ത് ഇരട്ടനീതി നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ്. വർഗീയതയ്ക്കെതിരെ ഈ മാസം 26 മുതൽ സെപ്റ്റംബർ 2 വരെ പ്രാദേശികാടിസ്ഥാനത്തിൽ മതനിരപേക്ഷ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ JSS, INL, CMP, കേരള കോൺഗ്രസ് B, സെക്യുലർ തുടങ്ങിയ കക്ഷികളുമായി പ്രാദേശികമായി സഹകരിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. SNDP രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചതായി വെള്ളാപ്പള്ളി നടേശൻ അറിയിച്ചു. പാർട്ടി രൂപീകരണത്തിൽ സമാന ചിന്താഗതിക്കാരുമായി ചർച്ച നടത്തും. അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിന് തന്നെയാണ് ഇന്ന് ചേർത്തലയിൽ SNDPയുടെ നേതൃയോഗം ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ചില ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായതോടെയാണ് വിഷയം വോട്ടിങ്ങിനിടാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടനെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ട എന്ന തീരുമാനത്തിലെത്താൻ ജനറൽ സെക്രട്ടറിയെ പ്രേരിപ്പിച്ചത്. പാർട്ടി ഏതായാലും ഉണ്ടാകാനുള്ള ഉത്തരവാദിത്വം ഏതായാലും കൗൺസിൽ തന്നിരിക്കുകയാണ്. ഇത് മറ്റ് സമാന ചിന്താഗതിക്കാരുമായിട്ടൊന്ന് ആലോചിക്കണ്ടേ? ഇത് SNDP സ്പോൺസർ ചെയ്ത് വരുന്നതല്ല. മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് അവരുടെയും കൂടെ കൂട്ടായ്മയോടുകൂടി അവരുമായിട്ട് തലചേർത്ത് ചിന്തിച്ചിട്ട് ആയിരിക്കും അതിന് അവസാനം ഒരു തീരുമാനം ഉണ്ടാകുക. തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലാവും പാർട്ടി രൂപീകരിക്കുക. SNDPയുടെ പൂർണ്ണ പിന്തുണയും ഇതിനുണ്ടാവും. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ യൂണിയൻ ഭാരവാഹികൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചാൽ സ്വതന്ത്ര ചിഹ്നത്തിൽ വേണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. NSS അടക്കമുള്ള സംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുന്നതിന് യോഗം കൗൺസിലിന് നിർദ്ദേശം നൽകി. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്ന് തന്നെയാണ് SNDP ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിന് മുന്നോടിയായി തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന രഥയാത്രയ്ക്ക് ശേഷമുള്ള ജനങ്ങളുടെ പ്രതികരണം അറിഞ്ഞായിരിക്കും ഇതിനുള്ള അന്തിമ തീരുമാനമുണ്ടാകുക. ക്യാമറാമാൻ സജുവിനൊപ്പം ഷജഹാൻ. പാർട്ടി ഉണ്ടാക്കുന്നത് വെള്ളാപ്പള്ളിയുടെ സ്വാർത്ഥ താൽപര്യത്തിനാണെന്ന് ആലപ്പുഴ DCC അധ്യക്ഷൻ A ഷുക്കൂർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഷുക്കൂർ വിചാരിച്ചാൽ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കാൻ സാധിക്കില്ലെന്ന് വെള്ളാപ്പള്ളിയും പ്രതികരിച്ചു. SNDPയുടെ രാഷ്ട്രീയ പാർട്ടി ഒന്നും ക്ലച്ച് പിടിക്കില്ല. അത് ചില സ്ഥാപിത താല്പര്യക്കാർ വിചാരിച്ചാൽ, നിക്ഷിപ്ത താല്പര്യക്കാർ വിചാരിച്ചാൽ അവർ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കില്ല, ഉറപ്പാണ്. സംഘപരിവാർ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരത്തിലുള്ളൊരു നടപടിയെടുക്കാൻ SNDPക്കാകില്ല. BJPയുമായി കൈകോർത്ത് പോകാനുള്ള ഒരു നിലപാടും SNDPക്ക് എടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുക്കുന്ന ഒരു ഘട്ടം വന്നാൽ SNDP നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് SNDPയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയും SNDP വീണ്ടും കരുത്താർജിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നടക്കാൻ പോകുന്നത്. അതിൽ എന്നെ സംരക്ഷിക്കാൻ കോൺഗ്രസിൻ്റെ സഹായം വേണ്ട. ഏതായാലും 5 കൊല്ലത്തേക്ക് എന്നെ തിരഞ്ഞെടുത്താണ്. ഇനി ദൈവം വിചാരിച്ചാലേ എന്നെ ഇവിടുന്ന് മാറ്റാനൊക്കെ ഉള്ളൂ. അതായത് ഭരണഘടന ദൈവം വിചാരിച്ചാലെന്ന് വെച്ചാൽ ചത്തുപോലെ ഒക്കെയുള്ളതായി പറഞ്ഞത്. ഇനി 5 കൊല്ലത്തെ അടിപോലെ കിടപ്പുണ്ട്. ഷുക്കൂറല്ല, എൻ്റെ അപ്പൂപ്പൻ വന്നാലും എന്നെ മാറ്റാനൊക്കത്തില്ല. കത്തോലിക്ക കോൺഗ്രസ് രാഷ്ട്രീയ കക്ഷികളോട് ചേരില്ലെന്ന് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്. കത്തോലിക്ക കോൺഗ്രസിന് ആരോടും വിധേയത്വമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കത്തോലിക്ക കോൺഗ്രസ് അഴിമതിക്കെതിരെ, ദൂർത്തിനെതിരെ ശക്തമായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. ആവശ്യ നേരത്ത് വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിലപാടുകൾ കത്തോലിക്ക കോൺഗ്രസിന് ഓരോ സമയത്തും ഉണ്ടായിരിക്കും.
പാർട്ടി പുനഃസംഘടന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നടത്തുമെന്ന നിലപാടിലുറച്ച് VM സുധീരൻ. പുനഃസംഘടന നീട്ടിവെക്കില്ല. നിർബന്ധത്തിന്റെയോ വാശിയുടെയോ കാര്യം പാർട്ടി പുനഃസംഘടനാ നടപടികൾക്ക് തടസ്സമാകില്ലെന്നും സുധീരൻ ദില്ലിയിൽ അറിയിച്ചു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സുധീരൻ നിലപാട് കടുപ്പിച്ചത്. ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് നേതാക്കളെ കാണാതെ മടങ്ങി. 2 ദിവസം ദില്ലിയിൽ തങ്ങിയ VM സുധീരൻ ഹൈക്കമാൻഡ് നേതാക്കളുമായി സംസ്ഥാന പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി. കോൺഗ്രസ് നേതൃത്വത്തിൽ ദില്ലിയിൽ നടന്ന കർഷക റാലിക്ക് ശേഷം കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തി. ഗ്രൂപ്പ് ഇടപെടലുകൾ കാര്യമാക്കാതെ പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാൻ രാഹുൽ നിർദ്ദേശിച്ചതായാണ് സൂചന. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട സുധീരൻ പുനഃസംഘടന നടത്തുമെന്ന് വ്യക്തമാക്കി. പുനഃസംഘടനാ പ്രക്രിയയുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ അത് നീട്ടേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. ഭംഗിയായി മുന്നോട്ട് പോകാൻ സാധിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു തടസ്സമല്ല. ഇത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട്. സംസ്ഥാനത്തെ പുനഃസംഘടന നീട്ടിവെക്കുമെന്ന വാർത്തകളെ KPCC അധ്യക്ഷൻ തള്ളിപ്പറഞ്ഞു. പുനഃസംഘടന നടത്തില്ലെന്ന AI ഗ്രൂപ്പുകളുടെ പിടിവാശിയെയും സുധീരൻ പരോക്ഷമായി വിമർശിച്ചു. ഇത് ഏതെങ്കിലും ഒരു നിർബന്ധത്തിൻ്റെയോ വാശിയുടെയോ പ്രശ്നമായി ആരും കാണില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതേസമയം കർഷക റാലിയിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പതിവിൽ നിന്നും വിരുദ്ധമായി സോണിയയോ രാഹുലിനെയോ കാണാതെ ദില്ലിയിൽ നിന്നും മടങ്ങി. പുനഃസംഘടനയുടെ കാര്യത്തിൽ സുധീരൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം AI ഗ്രൂപ്പുകളെ ഒരുപോലെ പ്രകോപിപ്പിക്കുന്നു. പുനഃസംഘടനാ കാര്യത്തിൽ അനുകൂലമായ കൃത്യമായ ഉറപ്പ് നേടിയിട്ടാണ് KPCC അധ്യക്ഷൻ VM സുധീരൻ ദില്ലിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കർണാടിക്കൊപ്പം സന്തോഷ് തർലിംഗ്. കൊയിലാണ്ടി കഥകളി വിദ്യാലയത്തിലെ അധ്യാപകന് നേരെ RSS ആക്രമണം. ചെണ്ട അധ്യാപകനായ അജിത് മാലാർക്ക് എതിരെയാണ് ആക്രമണമുണ്ടായത്. ഗുരു ചേമഞ്ചേരിയുടെ വിദ്യാലയത്തിലാണ് ആക്രമണം നടന്നത്. ചെണ്ട ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ അധ്യാപകൻ തല്ലിയെന്നാരോപിച്ചായിരുന്നു RSSകാരുടെ മർദ്ദനം. കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരിയുടെ ചേലിയ കഥകളി വിദ്യാലയത്തിലാണ് RSS പ്രവർത്തകർ ആക്രമണം നടത്തിയത്. വിദ്യാലയത്തിലെ ചെണ്ട അധ്യാപകനായ അജിത് മാലാറെ RSS പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു. ശരീരമാസകലം പരിക്കേറ്റ അധ്യാപകനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആക്രമണത്തിൽ അജിത്തിന്റെ കർണപടം തകർന്നു. കുട്ടികളുടെ മുന്നിൽ വെച്ചായിരുന്നു മർദ്ദനം. ഒരു ബാച്ച് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10-15 ആൾക്കാർ ഒന്നിച്ച് വന്ന് ഇങ്ങനെയാണോ ക്ലാസ് എടുക്കുക എന്നൊക്കെ ചോദിച്ച് ഒരാൾ വന്ന് അടിച്ച്, അങ്ങനെ പിന്നെ ഓരോരുത്തർ വന്നങ്ങനെ അടിച്ചു. എല്ലാം ഒരു പുറത്തേക്ക് വലിച്ചിട്ടു. അപ്പം അധ്യാപകനെ ക്ലാസ്സിനകത്ത് വെച്ചും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പുറത്തു വെച്ചും ക്രൂരമായി മർദ്ദിച്ചതായി ദൃക്സാക്ഷി മജീദ് പറഞ്ഞു. ഇയാളെ മുണ്ട് കഴിഞ്ഞ് വീണുപോയി. പെട്ടെന്ന് ഓടി കുട്ടികളുടെ മനം മറക്കാനായിട്ട് ബേക്കോട്ട് പോയി. ബേക്കോട്ട് സമയത്ത് ജനങ്ങൾ വീണ്ടും ബേക്കോട്ട് പോയി അവിടെ നിന്ന് അടിച്ചു. തിരിച്ച് വഴിയിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് അടിയിട്ട് വീണു. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച കഥകളി പരിശീലന കേന്ദ്രമാണ് കൊയിലാണ്ടിയിലെ ചേലിയ കഥകളി വിദ്യാലയം. ഇവിടെ RSS പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിനെതിരെ അധികൃതർ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകി. 15 RSS പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൂന്നാർ സമരത്തെക്കുറിച്ച് CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റിയോട് വിശദമായ പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബോണസ് പ്രശ്നം പരിഹരിക്കാതെ മെല്ലെപ്പോക്ക് സമരം അവസാനിപ്പിക്കണമെന്ന യൂണിയനുകളുടെ നിലപാടാണ് തൊഴിലാളികൾക്കിടയിൽ അമർഷത്തിന് വഴിവെച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗോസ്ലോ സമരം അവസാനിപ്പിക്കാൻ തൊഴിലാളികൾക്ക് നിർദ്ദേശം കൊടുത്തു. ഈ നിർദ്ദേശമാണ് അസംതൃപ്തി വലിയ തോതിൽ പൊട്ടിപ്പുറപ്പെടാനിടയായി. യൂണിയനുകൾ തങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായി. അത് തക്ക സമയത്ത് ആ കാര്യം മനസ്സിലാക്കി ഇടപെടാൻ എന്ന കാര്യത്തിൽ പാർട്ടിക്കും ഈ വിഷയം അവിടുത്തെ പ്രാദേശികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സമരം സംബന്ധിച്ചൊരു വിശദമായ ഒരു പരിശോധന ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തണം എന്ന് സംസ്ഥാന കമ്മിറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൻദേവൻ കമ്പനിയിലെ തൊഴിലാളികളുടെ ദിവസവേതനം 500 ആക്കുന്ന വിഷയത്തിൽ നിലപാടുമായി ടാറ്റ കൺസൾട്ടന്റ് രംഗത്ത്. വേതന വർധനവ് നടപ്പിലാക്കണമെന്ന് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി തീരുമാനിച്ചാൽ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ടാറ്റ കൺസൾട്ടന്റ് T ദാമു പീപ്പിളിനോട് വ്യക്തമാക്കി. 26-ാം തീയതിയിലെ പ്ലാന്റേഷൻ ലേബർ മീറ്റിംഗിന് മുന്നോടിയായിട്ടാണ് ടാറ്റയുടെ കൺസൾട്ടന്റ് T ദാമു പീപ്പിളിനോട് സംസാരിച്ചത്. മൂന്നാർ സമരത്തിൽ തൊഴിലാളികൾ ഉയർത്തിയ 500 രൂപ മിനിമം വേതനമെന്ന അടിസ്ഥാന ആവശ്യത്തോട് T ദാമുവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. PLC എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് കണ്ണൻദേവൻ കമ്പനിക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ കൂട്ടായി എടുക്കുന്ന ഒരു തീരുമാനം അതെല്ലാവർക്കും ബാധകമാണ്. ആ തീരുമാനം എന്താണെന്ന് ഇപ്പം പ്രവചിക്കാൻ പറ്റില്ല. അത് ഐകകണ്ഠ്യമായിട്ടുള്ള തീരുമാനം എന്താണെന്ന് വെച്ചാൽ അതെല്ലാവരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്.
സമരത്തിൽ പങ്കെടുത്ത തൊഴിലാളികളുടെ പ്രതിനിധികളെ 26-ലെ PLC മീറ്റിംഗിൽ പങ്കെടുപ്പിക്കണമോ എന്ന് സർക്കാരിന് തീരുമാനിക്കാം. എന്നാൽ മൂന്നാർ സമരം നടത്തിയത് തമിഴ് തീവ്രവാദികൾ തന്നെയെന്നും അദ്ദേഹം ആരോപിച്ചു. കമ്പനിക്ക് തോന്നുന്നത് ഇത് പുറത്തുള്ള ഔട്ട്സൈഡ് ഏജൻസീസിൻ്റെ ഒരു പ്രവർത്തനമാണ്. ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പ്രസ്താവനയിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ കാണുന്നത് ഈ തീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രമെന്നാണ് തോന്നുന്നത്. തോട്ടഭൂമിയുടെ 5% മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സർക്കാർ നൽകിയതിൽ തെറ്റിദ്ധാരണ വേണ്ട. 3000 ഏക്കർ കിട്ടുമെന്ന പ്രചരണം അസത്യമാണ്. 10 ഏക്കർ ഭൂമി മാത്രമേ ടാറ്റയ്ക്ക് ഇതിൽ നിന്ന് കിട്ടൂ എന്ന് ദാമു പീപ്പിൾ ടിവിയോട് പറഞ്ഞു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. CPIM ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം മത ന്യൂനപക്ഷത്തിൽപ്പെട്ട പ്രവർത്തകരെ വധിക്കുമെന്ന ശ്രീരാമസേനയുടെ ഭീഷണിക്കത്ത് പോലീസ് ഗൗരവമായി കാണണമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. കഴിഞ്ഞ ദിവസമാണ് AN ഷംസീർ ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾക്ക് ശ്രീരാമസേനയുടെ പേരിൽ ഭീഷണിക്കത്ത് ലഭിച്ചത്. CPIMുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട പ്രവർത്തകരെ വധിക്കുമെന്ന ശ്രീരാമസേനയുടെ ഭീഷണി മതഭീകരതയുടെ അരങ്ങേറ്റമാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ഭീഷണിക്കത്ത് പോലീസ് ഗൗരവത്തിൽ കാണണമെന്നും CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. ശ്രീരാമസേന എന്നത് പ്രച്ഛന്ന വേഷമിട്ട RSS ആണ്. 71-ന് ശേഷം ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കുടിയേറിയിട്ടുള്ള മുസ്ലിങ്ങൾ ഒഴിഞ്ഞുപോയിക്കൊള്ളണം എന്ന ഭീഷണി എന്ന് പറയുന്നത് അത് വെറുതെ വെച്ചതല്ല. 71 എന്ന് ഇത് വർഗീയ കലാപത്തിനുള്ള ഒരുക്കമായി സംശയിക്കേണ്ടിയിരിക്കുകയാണ്. 18-19 തീയതികളിലായാണ് DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ AN ഷംസീർ, തലശ്ശേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് M. ഷറഫുദ്ദീൻ, ലോയേഴ്സ് യൂണിയൻ നേതാവ് മുഹമ്മദ് സലീം എന്നിവർക്കെതിരെ വധഭീഷണി മുഴക്കി ശ്രീരാമസേനയുടെ പേരിൽ ഭീഷണിക്കത്ത് വന്നത്. ലോയേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. വിശ്വനും ശ്രീരാമസേനയുടെ പേരിൽ വധഭീഷണിക്കത്ത് വന്നിരുന്നു. ഭീഷണിക്കത്തിൽ 1971-ന് ശേഷം ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കുടിയേറിയ മുസ്ലിങ്ങൾ 6 മാസത്തിനുള്ളിൽ ഒഴിഞ്ഞു പോവണമെന്നും അല്ലെങ്കിൽ ഭവിഷ്യത്തുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. RSS ആസൂത്രണം ചെയ്ത തലശ്ശേരി വർഗീയ കലാപത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് 1971 ശ്രീരാമസേനയുടെ പ്രസ്താവനയിൽ ഉൾപ്പെടുത്താൻ കാരണമെന്നും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇത് വർഗീയ കലാപത്തിനുള്ള ഒരുക്കമായി സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. RSSനെ പോലെ പോപ്പുലർ ഫ്രണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. സംഘപരിവാരം ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികൾ ഉയർത്തുന്ന ഭീഷണിക്കെതിരായി ജനങ്ങൾ ശക്തമായി പ്രതികരിക്കണമെന്നും CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സിസ്റ്റർ അമലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് നിർണായകമായ ഒരു തെളിവ് ലഭിച്ചിരിക്കുന്നു. രക്തം പുരണ്ട ഒരു മൺവെട്ടിയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, നിർണായക തെളിവ് തന്നെയാണോ ലഭിച്ചത്? എന്താണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം? ഹരി വാല കർമ്മലീത്ത മഠത്തിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ അമലയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു തെളിവാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. വളരെ നിർണായകമാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് പോലീസ്. രക്തം പുരണ്ട ഒരു മൺവെട്ടിയാണ് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. അതും കോൺവെന്റിനുള്ള സ്റ്റെയർ കേസിന്റെ അടിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ നിർണായകമായിട്ടൊരു വഴിത്തിരിവിലേക്ക് ഇത് നീങ്ങുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനകൾ തന്നെയാണ്. എങ്കിലും പ്രതിയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ സൂചന ഉണ്ട് എന്ന് ADGP സൂചിപ്പിച്ചെങ്കിലും ഇതേക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പ്രതികരണമോ അല്ലെങ്കിൽ യാതൊരു അനുകൂല മറുപടിയുമല്ല മറിച്ച് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഒരു മൺവെട്ടി കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മൺവെട്ടി കൊണ്ടുള്ള മുറിവാണോ സിസ്റ്റർ അമലയുടെ തലയ്ക്ക് പിന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചും ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശോധന കൂടി കഴിഞ്ഞാൽ അത് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇതിൽ രക്തം പുരണ്ടിട്ടുള്ള ഒരു മൺവെട്ടിയാണെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. ഇത് പ്രശാന്ത് കോട്ടയത്ത് നിന്നും.